തമിഴ്നാട്ടിലെ തകർപ്പൻ ജയത്തോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അനിഷേധ്യനായി തീർന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. ഒരൊറ്റ സീറ്റിലും നേട്ടമുണ്ടാക്കാനാകാതെ ബി.ജെ.പി. അധ്യക്ഷൻ കെ അണ്ണാമലൈ കൂപ്പുകുത്തിയപ്പോൾ എടപ്പാടി പഴനിസ്വാമിക്ക് മുന്നിലും പ്രതിസന്ധി ഏറിയിട്ടുണ്ട്. സഖ്യം അവസാനിപ്പിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ച ബി.ജെ.പിക്കും അണ്ണാ-ഡി.എം.കെയ്ക്കും ദയനീയ തോൽവിയാണ് ദ്രാവിഡ മണ്ണ് സമ്മാനിച്ചത്. ഡി.എം.കെയ്ക്കൊപ്പം കോൺഗ്രസും CPI-യും എല്ലാം ചേർന്നാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. തമിഴ്നാട്ടിൽ വോട്ട് വിഹിതത്തിലും ബി.ജെ.പി. 4ാം സ്ഥാനത്താണ്. എക്സിറ്റ് പോളുകൾ തമിഴ്നാട്ടിൽ ബി.ജെ.പിക്ക് 10-ലധികം സീറ്റുകൾ പ്രവചിച്ചപ്പോഴും വെല്ലൂരിൽ മാത്രമായിരുന്നു വെല്ലുവിളി ഉള്ളുവെന്ന നിലപാടിലായിരുന്നു ഡി.എം.കെ. വെല്ലൂരിലെ ലീഡ് 2 ലക്ഷവും കടന്ന് മുന്നേറിയതോടെ മുന്നേറ്റം സഖ്യം ഉറപ്പിക്കുകയും ചെയ്തു. തമിഴ്നാട്ടിലെ 39 സീറ്റിൽ 39ഇടത്തും ഇന്ത്യ സഖ്യമാണ് വിജയം നേടിയത്. ഭരണത്തിലെത്തി 3ാം വർഷം കേന്ദ്ര ഏജൻസികൾ ഉയർത്തിയ പ്രതിസന്ധിയും പ്രളയത്തിന് പിന്നാലെ ഉരുണ്ടുകൂടിയ ജനരോഷവും മറികടന്ന് നേടിയ വിജയം സ്റ്റാലിനെയും ഒപ്പം മകൻ ഉദയനിധി സ്റ്റാലിനെയും കൂടുതൽ ശക്തരാക്കും. തമിഴ്നാട്ടിൽ 25% വോട്ടും 1/2 ഡസൻ സീറ്റും നേടുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച കെ അണ്ണാമലയ്ക്ക് മുഖത്തേറ്റ അടിയായിരുന്നു കോയമ്പത്തൂരിലെ ദയനീയമായ തോൽവി. കോയമ്പത്തൂരിൽ വിജയം ഉറപ്പിച്ചെന്ന് പറഞ്ഞ കെ അണ്ണാമലയ്ക്ക് ഒരു തവണ പോലും മുന്നിലെത്താനും കഴിഞ്ഞില്ല. 9 സീറ്റിൽ പാർട്ടി 2ാം സ്ഥാനത്തെത്തിയെന്ന വാദമുയർത്തി പിടിച്ചു നിൽക്കാനാണ് അണ്ണാമലയുടെ ശ്രമം. ത്രികോണ പോരാട്ടമില്ലായിരുന്നുവെങ്കിൽ ഡി.എം.കെയ്ക്ക് 10-ലധികം സീറ്റ് നഷ്ടമായേനെ എന്ന വിലയിരുത്തൽ അണ്ണാ-ഡി.എം.കെയെ പുകച്ചു പുറത്തു ചാടിച്ച അണ്ണാമലയ്ക്ക് ക്ഷീണമാണ്. ചില സീറ്റുകളിൽ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട അണ്ണാ-ഡി.എം.കെയ്ക്ക് വോട്ട് വിഹിതത്തിലെ 2ാം സ്ഥാനം കൊണ്ട് മാത്രം ആശ്വസിക്കാനും ആകില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 വർഷം മാത്രം ബാക്കി നിൽക്കെ പാർട്ടിയിലെ അതൃപ്തരെ അനുനയിപ്പിക്കാനും എടപ്പാടി പഴനിസ്വാമി പാടുപെടും. അതേസമയം കലാപമടങ്ങാത്ത മണിപ്പൂരിലും ബി.ജെ.പിക്ക് വൻ തിരിച്ചടിയാണുണ്ടായത്. സംഘർഷഭൂമിയിൽ താമര വിരിയിക്കാമെന്ന ബി.ജെ.പിയുടെ മോഹത്തിന് കനത്ത തിരിച്ചടി തന്നെയാണ് മണിപ്പൂർ ജനത നൽകിയത്. 2 സീറ്റുകളിൽ ബി.ജെ.പിയും സഖ്യകക്ഷിയും കോൺഗ്രസിനോട് പരാജയപ്പെട്ടു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി അഭയാർത്ഥി ക്യാമ്പുകളിൽ കാത്തിരിക്കേണ്ടി വന്ന ജനതയായിരുന്നു മണിപ്പൂരിലെ. അരക്ഷിതാവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയ മണിപ്പൂരിലെ ജനങ്ങളുടെ മറുപടിയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. കണ്ടത്. ബി.ജെ.പി. നേതൃത്വത്തിലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ മണിപ്പൂരിൽ അഴിച്ചുവിട്ട ആക്രമണവും തുടർന്ന് ആ ജനതയെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകാത്ത പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെയും മനുഷ്യത്വരഹിതമായ സമീപനത്തിനേറ്റ തിരിച്ചടിയാണ് മണിപ്പൂരിലേതെന്ന് നിരീക്ഷകരും വിലയിരുത്തുന്നു. ഇന്നർ മണിപ്പൂരിൽ നിന്നും ആൻ ഗംജ ബിമോല കോയ്ജും കോൺഗ്രസിന്റെ ശബ്ദമായി ലോക്സഭയിലേക്കെത്തും. ഇവിടെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി തൗനജ ബസന്ത് കുമാർ സിംഗിനെയായിരുന്നു കോൺഗ്രസ് പ്രതിനിധി പരാജയപ്പെടുത്തിയത്. ഔട്ടർ മണിപ്പൂരിൽ ആൽഫ്രഡ് കൻഗം ആർത്തൂർ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കഴിഞ്ഞ തവണ നാഗ പീപ്പിൾ ഫ്രണ്ടിന്റെ ലോർഡ് ഹോ എസ് ഫോസയായിരുന്നു ഈ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത്.